തൃശൂർ പൂരപ്പറമ്പിൽ ആനയുടെ കാൽച്ചുവട്ടിലിരുന്ന് നോമ്പ് തുറക്കുന്ന പാപ്പാന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ദ റിയൽ കേരള സ്റ്റോറി എന്ന തലക്കെട്ടോടെയാണ് ഈ വീഡിയോ പ്രചരിച്ചത്. അക്കരമ്മൽ ശേഖരൻ എന്ന ആനയുടെയും സൈനിധീന്റെയും ആത്മബന്ധം തുടങ്ങിയിട്ട് 20 കൊല്ലമായി. നമ്മൾ ഒരു കുംഭഭരണിക്ക് വന്നതാണ്. അവിടെയാണ് ആ വൈറലാണ് അക്കരമ്മൽ ശേഖരൻ എന്ന ആനയുടെ പാപ്പാൻ സൈനു ഉള്ളത്. പാപ്പാനല്ല, ആനയുടെ ഉടമ തന്നെയാണ്, സൈനു തന്നെയാണ് പാപ്പാൻ. സൈനുവിനോട് നമുക്ക് ചോദിക്കാം. ഇത് രണ്ടാംകല്ല് ദേശമല്ലേ? രണ്ടാംകല്ല് ദേശം എന്ന് പറഞ്ഞാൽ ദേശത്തിന് വേണ്ടി ഒന്ന് വന്നിരിക്കുകയാണ്. നോമ്പ് തുറക്കുന്നൊരു ദൃശ്യം, ഈ ചോട്ടിലിരുന്നിട്ടാണ് നോമ്പ് തുറക്കുന്നത്. സാധാരണ ഇങ്ങനെ തന്നെയാണോ? സാധാരണ അങ്ങനെ ആവാറില്ല. അന്ന് 5 ആൻ്റെ കൂട്ടിയെന്നപ്പോൾ സമയമായിരുന്നു ആ സമയം. പിന്നെ എന്നോട് ഉച്ച സമയത്ത് ഭക്ഷണം വേണമെന്ന് ചോദിച്ച സമയത്ത് ഞാനില്ല, നോമ്പുണ്ടെന്ന് പറഞ്ഞ്. ഭക്ഷണം നോമ്പ് തുറക്കാൻ ഭക്ഷണം കരുതാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ അറിയാതെ തന്നെ ഭക്ഷണം റെഡിയാക്കി അവിടെ എത്തിച്ചതാണ്. കമ്മിറ്റിക്കാരെ ആ കമ്മിറ്റിക്കാർ. ഈ ആനയെ കൊണ്ടുപോകുമ്പോൾ നോമ്പെടുക്കാൻ പറ്റാറുണ്ട്? ആ പറ്റാറൊക്കെ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും. എത്ര കാലമായി ഇപ്പൊ വീട്ടില്? വലിയപ്പാന്റെ കാലത്ത് ആന ഉണ്ടായിരുന്നല്ലേ പറഞ്ഞു? എവിടെ? നാട് എവിടെയാ? നാട് താമരശ്ശേരി, കോഴിക്കോട് താമരശ്ശേരി. എത്ര ആനകളുണ്ട് ഇപ്പൊ നിലവിൽ വീട്ടില്? ഇപ്പൊ നിലവിൽ 4 ആണ്. വീട്ടിൽ എല്ലാവർക്കും ആനുണ്ട്. അവരുടെ ബിസിനസ് അല്ലാതെ വേറെ എന്താ പരിപാടി? വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉത്സവ സീസൺ ആകുമ്പോൾ തന്നെ അതെ. എന്തായാലും ഇനിയും ഒരു റിയലായ ഒരു വൈറലായ ഒരു സ്റ്റോറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് കണ്ടപ്പോ എന്ത് തോന്നി? അത് അറിയാതെ ഒരാൾ വീഡിയോ എടുത്ത് അങ്ങനെ വൈറലായതാണ്. സന്തോഷം. ഓക്കെ, സന്തോഷം. വേറെ ഒരു വേർതിരിവൊന്നും ആരും കാണിക്കാത്ത ഒരു മേഖല തന്നെ അല്ലേ? ഉറപ്പല്ലേ? ഇവര് ചേർത്ത് പിടിക്കൽ കണ്ടാ പോലെ ഞങ്ങൾക്ക്. ഇതാണ് റിയൽ കേരള. അതെ, ഈ ചേർത്ത് പിടിക്കൽ ഇതിനെക്കാട്ടി കൂടുതൽ പറയണ്ടല്ലോ. ആനയെ കൊണ്ട് അവർ പോവുകയാണ്. ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നാണ് അക്കരമ്മൽ ശേഖരനും സൈനുവിനും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും ഒപ്പം ബിനേഷ് ബാബുരാനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ.